യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനെതിരെ ഭീഷണി ആവർത്തിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പിന്നാലെ ട്രംപ് സ്വയം സൂക്ഷിച്ചുകൊള്ളാൻ ഇറാന് മുന്നറിയിപ്പും നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം തടഞ്ഞാൽ മുന്നാക്രമണങ്ങളെ അപേക്ഷിച്ച് 20 മടങ്ങ് ആക്രമിക്കുമെന്നും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജത്തബ ഖമനേയി സമാധാനത്തോടെ ജീവിക്കില്ലെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. യുദ്ധത്തിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് US അല്ലെന്നും ഇറാനാണെന്നും മേഖലയുടെ ഭാവി ഇപ്പോൾ ഇറാൻ സേനയുടെ കൈകളിലാണെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് അറിയിച്ചു. നിങ്ങളെക്കാൾ വലിയവർക്ക് പോലും ഇറാനെ ഇല്ലാതാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇല്ലാതാക്കപ്പെടാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കുക എന്ന് ഇറാൻ സുരക്ഷാ മേധാവി അലി ലാരാജിനി വ്യക്തമാക്കി. മിയാമിയിലെ ഗോൾഫ് ക്ലബിൽ റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞത്. അതിനിടെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഇറാൻ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്ക പാടുപെടുന്നുവെന്ന് റിപ്പോർട്ട്. അത്രമാത്രം ലക്ഷ്യം നേടാൻ കഴിവുള്ള സാങ്കേതിക വിദ്യയിൽ പിറന്നവയാണ് ഇറാൻ നയിക്കുന്ന ഡ്രോണുകൾ. ഇത് അമേരിക്കയ്ക്ക് ബോധ്യപ്പെടും മുൻപേ ബോധ്യപ്പെട്ടത് ഉക്രൈനാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് നേരെ റഷ്യ അയച്ച ഡ്രോണുകൾ ഇറാന്റെ സാങ്കേതിക വിദ്യയിൽ പിറന്നവയായിരുന്നു. അവയെ പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ലെന്ന് ബോധ്യപ്പെട്ട ഉക്രൈൻ 7 മാസങ്ങൾക്ക് മുൻപേ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഡ്രോണുകളെ തകർക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യ അനിവാര്യമാണെന്ന് അന്നേ പറഞ്ഞെങ്കിലും അമേരിക്ക വലിയ കാര്യമായി എടുത്തില്ല. ആ തന്ത്രപരമായ പിഴവാണ് ഇന്ന് ആ രാജ്യത്തിന്റെ കിതപ്പിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. മുന്നറിയിപ്പ് നൽകിയതോടൊപ്പം തന്നെ ഇറാൻ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള പദ്ധതികളും അന്ന് ഉക്രൈൻ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അമേരിക്ക ഗൗരവമായി എടുത്തില്ലെന്നാണ് സൂചന. ഇറാന്റെ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉക്രൈന്റെയും വ്ളാഡിമിർ സെലൻസ്കിയുടെയും ഈ നീക്കം. ഇറാൻ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ യുദ്ധക്കളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യ കൈമാറാമെന്ന് വാഷിംഗ്ടണെ അറിയിച്ചപ്പോൾ ട്രംപ് ഭരണകൂടം ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞുവെന്നും ഇത് തന്ത്രപരമായി പിഴവായി മാറിയെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നതായി ആക്സിയോസ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രാദേശിക സംഘർഷങ്ങളിൽ അമേരിക്കയെ സഹായിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യയുടെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലും ഉക്രൈൻ തയ്യാറാക്കിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രധാനമായും ഇറാന്റെ ഷാഹെ ഡ്രോണുകളാണ് അമേരിക്കയ്ക്ക് യുദ്ധമേഖലയിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഈ ഡ്രോണുകൾ വളരെ താഴ്ന്ന ഉയരത്തിലും കുറഞ്ഞ വേഗതയിലും സഞ്ചരിക്കുന്നവയാണ്. ഇത് മിസൈലുകളെ ലക്ഷ്യം വെച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും മറഞ്ഞാണ് സഞ്ചരിക്കുന്നത്. ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈനിൽ നിന്നുള്ള സൈനിക വിദഗ്ധർ എത്തുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയാണ് ഈ നിർണായക വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഇറാനിയൻ നിർമ്മിത ഡ്രോണുകളെ വിജയകരമായി നേരിട്ട് പരിചയസമ്പത്തുള്ള സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. മേഖലയിലെ തന്ത്രപ്രധാനമായ എണ്ണ കമ്പനികൾക്കും കപ്പൽപാതകൾക്കും നേരെ ഇറാൻ നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഉക്രൈന്റെ സഹായം തേടിയിരിക്കുന്നത്. ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ ഇറാനിയൻ ഡ്രോണുകളെ എങ്ങനെ വെടിവെച്ചിടാമെന്നതിലും അവയുടെ സാങ്കേതിക വിദ്യ തകർക്കുന്നതിലും ഉക്രൈൻ സൈന്യം വലിയ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഈ അനുഭവ പരിചയം ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ സൈനികർക്ക് ഡ്രോൺ പ്രതിരോധത്തിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിനായിരിക്കും ഉക്രൈൻ സംഘം മുൻഗണന നൽകുന്നത്. ആധുനിക ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും റഡാർ സിഗ്നലുകൾ തിരിച്ചറിയുന്നതിനും ഇവർ നേതൃത്വം നൽകും. ഇറാനെതിരായ അമേരിക്ക-ഇസ്രായേൽ യുദ്ധം മുറുകുന്ന സാഹചര്യത്തിലാണ് ഉക്രൈൻ സൈന്യത്തിന്റെ ഇടപെടൽ. ഷാഹെ ഡ്രോണിന്റെ നിർമ്മാണത്തിന് ഇറാന് വളരെ കുറഞ്ഞ ചെലവ് മാത്രമേ വരുന്നുള്ളൂവെങ്കിലും ഇവയെ തകർക്കാൻ ലക്ഷ്യമിടുന്ന മിസൈലുകൾക്ക് ഡോളറുകളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. ഒരു ഇറാനിയൻ ഷാഹെ ഡ്രോണിന് $20,000 മുതൽ $50,000 ചിലവ്. എന്നാൽ ഇവയെ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ വില വരും. ഇത് സാമ്പത്തിക നഷ്ടമാണ് വരുത്തുന്നത് അമേരിക്കയ്ക്ക്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ 7 അമേരിക്കൻ സൈനികന് ജീവൻ നഷ്ടമായി കഴിഞ്ഞു. അമേരിക്കൻ വ്യോമ പ്രതിരോധ നിരയെ മറികടക്കുന്നവയാണ് ഇറാൻ തന്ത്രങ്ങളെന്ന് US സൈനികർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. റഷ്യയുമായി 4 വർഷം നീണ്ട യുദ്ധത്തിലൂടെ ഷാഹെ ഡ്രോണുകളെ നേരിട്ട വർഷങ്ങളുടെ പരിചയസമ്പത്താണ് ഉക്രൈനുള്ളത്. കുറഞ്ഞ ചെലവിൽ ഇത്തരം ഡ്രോണുകളെ വെടിവെച്ചിടാൻ കഴിയുന്ന ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ ഉക്രൈൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം ഷാഹിദിനെ തടയാനുള്ള ഡ്രോൺ മതിൽ പദ്ധതിയെക്കുറിച്ച് സെലൻസ്കി സംസാരിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അന്ന് അവഗണിച്ചെങ്കിലും ഇന്ന് ഇറാനിയൻ ഡ്രോണുകളെ നേരിടാൻ അമേരിക്ക ഔദ്യോഗികമായി ഉക്രൈന്റെ സഹായം തേടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.